ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി കലാപത്തിന് കാരണമായ സംവരണ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. വിവരങ്ങൾ അനുപ്രിയ രാജ് നൽകും. അനുപ്രിയ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി ബംഗ്ലാദേശിൽ ശക്തമായ വിദ്യാർത്ഥി കലാപമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ കലാപത്തിൽ ഏകദേശം 105ഓളം പേർ മരണപ്പെടുകയും ഉണ്ടായി. മാത്രമല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബംഗ്ലാദേശിലെ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെല്ലാം കാരണമായിട്ടുള്ളായിരുന്നത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവായിരുന്നു. അതായത് സർക്കാർ ജോലിയിൽ 30% സംവരണം, അതായത് ബംഗ്ലാദേശിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയിൽ 30% സംവരണം ഏർപ്പെടുത്താനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു ഇത്രയും വലിയൊരു വിദ്യാർത്ഥി കലാപത്തിലേക്ക് ബംഗ്ലാദേശിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ആ ഉത്തരവിൽ ചില മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. 30%-ന് പകരം 5% സംവരണം എന്ന രീതിയിലേക്ക് സുപ്രീം കോടതി ആ ഉത്തരവിനെ റിവൈസ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഹൈക്കോടതിയുടെ ആ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത മാസമായിരുന്നു സംവരണ സംബന്ധമായ കേസ് പരിഗണിക്കാനിരുന്നത്. എന്നാൽ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായി തുടരുന്നത് കൊണ്ടാണ് ഇപ്പോൾ തന്നെ അടിയന്തരമായി തന്നെ സുപ്രീം കോടതി ഈ സംവരണ വിഷയം പരിഗണിച്ചത്. മാത്രമല്ല, ഈ കേസിന് വിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ കലാപമെല്ലാം മതിയാക്കി തങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് മടങ്ങിപ്പോകണമെന്നും ഉത്തരവിനിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ 5% സംവരണം ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. അതിനെതിരെയും വിദ്യാർത്ഥികൾ കലാപം ഉണ്ടാക്കുമോ, അതോ ഈ സംവരണം മൊത്തത്തിൽ തന്നെ നീക്കണമെന്നുള്ളൊരു ആവശ്യമായിരിക്കും വിദ്യാർത്ഥികൾ ഇനി മുന്നോട്ട് വെക്കുക എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. ഇതിൻ്റെ എല്ലാം കാരണം വിദ്യാർത്ഥികൾ പറയുന്ന സംവരണം നീക്കണമെന്ന് വിദ്യാർത്ഥികൾ പറയുന്ന പിന്നിലെ ഒരു കാരണമുണ്ട്. അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി നാഷണൽ ലീഗ്, ഇവരുടെ പാർട്ടി പ്രവർത്തകർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ടി പ്രവർത്തകരെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവരണം കൊണ്ടുവന്നത് എന്നായിരുന്നു ഈ കലാപം നടത്തുന്ന വിദ്യാർത്ഥികളുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവരണ വിഷയം, ഈ ഒരു സംവരണം മൊത്തത്തിൽ ഒഴിവാക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, അതായത് സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാർ ജോലിയിൽ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം പ്രവേശനം എന്ന് പറയുന്നത്, അല്ലാതെ 30% സംവരണം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് വിമർശിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ബംഗ്ലാദേശിൽ നടക്കുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ലോകം. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി കലാപത്തിന് കാരണമായ സംവരണ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. നിലവിൽ ബംഗ്ലാദേശിനെ ഏറെ പിടിച്ചുലച്ച ഒരു കലാപം തന്നെയാണ് വിദ്യാർത്ഥി കലാപം. കലാപത്തിന് കാരണമായ സംവരണ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ ഒരു കലാപത്തിൽ 150ഓളം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനുപ്രിയ രാജ്. മറ്റ് വാർത്തകളിലേക്ക്. മൂന്നാർ ടൗണിൽ കാട്ടാന ഇറങ്ങി. പഴയ മൂന്നാറിലാണ് ഇന്നലെ രാത്രി ആനകൾ എത്തിയത്. ആനകളുടെ മുൻപിൽ അകപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആദ്യമായാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്.